കൊമ്മേരിയിൽ 5 പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു കഴിഞ്ഞല്ലോ. ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണവും ഉയർന്നിട്ടുണ്ട്. 47 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൻ്റെ അടക്കം അനാസ്ഥ എന്നുള്ള വിമർശനവും പ്രതിഷേധവും തന്നെയാണോ ശക്തമാകുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കൊമ്മേരിയിലാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത വ്യാപനം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം നടത്തിയ മെഡിക്കൽ ക്യാമ്പ് പരിശോധനയിൽ 300-ലധികം പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഇതിൽ രോഗസ്ഥിരീകരണം വന്നപ്പോൾ 47 പേർക്ക് കൂടി രോഗവ്യാപനം ഉണ്ടെന്ന സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. എന്തായാലും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കോർപ്പറേഷനെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത്. പ്രധാനമായും പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതിയാണ് ഇവിടെയുള്ളത്. ആ കുടിവെള്ള ടാങ്ക് വൃത്തിയായി സൂക്ഷിക്കാത്തത് കൊണ്ടാണ് അത് അവിടെ നിന്ന് ഉപയോഗിക്കുന്ന ജലത്തിൽ നിന്നാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം പടർന്നത് എന്ന് ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ ടാങ്കിലടക്കം ഈക്കോളിയ ബാക്ടീരിയയുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വന്നത്. കോഴിക്കോട് മേയർ അടക്കം ഈ സമിതി, ഒരു പ്രാദേശിക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കുടിവെള്ള പദ്ധതിയുടെ വൃത്തിയാക്കൽ മറ്റു നടപടികൾക്കൊക്കെയായി ഒരു പ്രാദേശിക സമിതി രൂപീകരിച്ചിരുന്നു. എന്നാൽ ആ സമിതിയൊക്കെ തന്നെയും വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നൊരു വിമർശനവുമായി കോഴിക്കോട് മേയർ തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയും രോഗവ്യാപനത്തിന്റെ തോത് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ്. ഇതിലൊരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. കരളിനൊക്കെ ബാധിക്കുകയുണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ റെഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിൽ 10 പേരധികം രോഗം ഭേദമായി ആശുപത്രി വിട്ടെങ്കിലും വലിയൊരു രീതിയിലുള്ള രോഗവ്യാപനം തന്നെയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ കൊമ്മേരി സ്ഥലത്തുള്ളത്. കൊമ്മേരി, ഇരവത്തുകുന്ന്, അക്കനാരി മീത്തൽ തുടങ്ങിയ പ്രദേശത്താണ് ഇത്തരത്തിൽ രോഗവ്യാപനത്തിന്റെ തോത് വളരെയധികം കൂടുന്നത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. KP